ഹലോ എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഈദൊക്കെ സെലിബ്രേറ്റ് ചെയ്തോ? ടുഡേ ഈസ് ദ സെക്കൻഡ് ഡേ ഓഫ് ഈദ്, സോ വി ആർ ഓൺ ഈദ് ഹോളിഡേയ്സ്. ഇപ്രാവശ്യം ഈദിന് ഞങ്ങൾ എങ്ങോട്ടും ട്രാവൽ ചെയ്തില്ല. നോമ്പും ഇതൊക്കെ ആയിട്ട് നല്ല ടയേർഡായിരുന്നു. സോ മോസ്റ്റ്ലി വി സ്റ്റേഡ് ഹോം ആൻഡ് സ്ലെപ്റ്റ് ഇറ്റ് ഓഫ്. ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ അടുത്തുള്ള ഡിഫി പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടർ, സൈക്കിൾ, ചെറിയ ജീപ്പൊക്കെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അവർലി ബേസിലാണ് ചാർജ് വരുന്നത്. ഞങ്ങളൊരു സ്കൂട്ടറൊക്കെ റെന്റ് ഔട്ട് ചെയ്തു. കുറേ സമയം അതവിടെയൊക്കെ ഓടിച്ച് നടന്നു എല്ലാവരും മാറി മാറി. പിന്നെ ഇവിടെ ഒരുപാട് പ്ലേ സ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഒട്ടും ബോറടിക്കില്ല. ഞങ്ങൾ ആ ഒരു ഹോൾ ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ ഒരു ഏരിയ ഫുള്ള് വർക്കൗട്ട് പാർക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ക്ലോസ്ഡ് ജിംസിൽ പോകാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണത്. കുറച്ച് ഫണ്ണായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യാം. നൈലാക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ കുറേ സമയം അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ റംലാനായിട്ട് ജിംനാസ്റ്റിക് ലെസൺസ് ഒന്നും എടുക്കുന്നില്ല, ക്ലാസ്സിന് പോകുന്നില്ല. അപ്പം അതിൻ്റെ കുറവൊക്കെ അവിടുത്തെ ഓരോ എക്യുപ്മെൻറ്റ്സിൽ തീർക്കുന്നുണ്ടായിരുന്ന ആള്. നല്ലൊരു ഇവനിങ് ആയിരുന്നു. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ആളുകളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇത് വലിയ ഹോളിഡേ ഡെസ്റ്റിനേഷനിൽ പോകുന്നതിനേക്കാളും ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം തരൂല്ലേ. നൈറ്റ് വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങൾ ലുലുവിലേക്ക് വന്നു. നാട്ടിലിപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് ചക്ക വരുന്നുണ്ട്. എപ്പോൾ ചെന്നാലും ലുലുവിലുണ്ടാവും. ഇടയ്ക്കൊക്കെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ബിരിയാണിയും അരിപ്പത്തിരിയും ബീഫ് കറിയൊക്കെ കൂട്ടി ഡിന്നർ കഴിച്ച് ഞങ്ങൾ ഡേ എൻഡ് ചെയ്തു.